ശബരിമലയിലെ മാലിന്യ പ്രശ്നത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ മാസം 15-ാം തീയതി മുതൽ ഭക്തർ എത്തിത്തുടങ്ങിയിട്ടും 27-ാം തീയതിയാണോ വൃത്തിയാക്കുന്നതെന്ന കോടതിയുടെ ചോദ്യം. ജനം TV വാർത്തയെ തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം വളരെ കൃത്യമായി തന്നെ മാങ്കുണ്ട് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഇത്തരം ക്ലോസറ്റുകൾ അടക്കം കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, വൃത്തിഹീനമായ സാഹചര്യം. ഇതിനിടയിൽ ക്ഷീണിച്ച് ഉറങ്ങുന്ന അയ്യപ്പന്മാരെ നമ്മൾ ജനം TV റിപ്പോർട്ടർ മനോജ് ക്യാമറ കണ്ണുകളിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അവിടുത്തെ കോൺട്രാക്ട് ജീവനക്കാർ അവിടെ എത്തുകയും വൃത്തിയാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കൃത്യമായി ഇപ്പോഴും അത് പൂർണ്ണമായി ശുചിയാക്കിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ എന്നാൽ ഇതിൽ ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ 27-ാം തീയതിയാണോ വൃത്തിയാക്കുന്നത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. 15-ാം തീയതി മുതൽ ഭക്തർ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നല്ലോ. അപ്പൊ അതിനു മുമ്പൊന്നും ഇതിന് കഴിഞ്ഞില്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്, അല്ലേ? അതായത് ഈ സന്നിധാനത്തെ വെടിവെപ്പ് കേന്ദ്രം മാലിന്യ നിറഞ്ഞ ഒരു സാഹചര്യം അത് ജനം TV ആണ് വാർത്തയായിട്ട് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമായിരുന്നു ദേവസ്വം ബോർഡും മറ്റു കരാർ ജീവനക്കാരും ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചു. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ കമ്മീഷണറോടും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഈ വിഷയം പരിഗണിച്ച സമയത്ത് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്, എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയത് ഈ ചാനലുകളിൽ വാർത്തകൾ വരുന്നതിന് മുൻപ് തന്നെ വൃത്തിയാക്കി എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശന രൂപേണയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. 15-നാണ് ഭക്തർ എത്തിത്തുടങ്ങിയത്, 27-നാണോ വൃത്തിയാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ അങ്ങനെ 27-നാണ് വൃത്തിയാക്കിയതെങ്കിൽ അത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ സമർപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഓരോ ദിവസവും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതലേ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞതായിട്ടായിരുന്നു ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചത്. പക്ഷേ അതൊക്കെ തന്നെ തെറ്റാണ് എന്ന് വിലയിരുത്തുന്ന തരത്തിലുള്ളതാണ് ഈ സന്നിധാനത്തെ വെടിവെപ്പ് കേന്ദ്രത്തിൽ മാലിന്യം നിറഞ്ഞ ഒരു അന്തരീക്ഷം അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലോസറ്റ് അടക്കമുള്ള കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ഭക്തർക്ക് വെടിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം, മാലിന്യ ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം നിറഞ്ഞെടുത്ത് കുഞ്ഞു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും വിരിവെക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം, ഇതൊക്കെ തന്നെയാണ് കോടതി പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഈ വൃത്തിയാക്കി എന്ന് പറയുമ്പോഴും എപ്പോഴാണ് വൃത്തിയാക്കിയത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. കാരണം ഭക്തർ എത്തിത്തുടങ്ങിയത് 15-ാം തീയതിയാണ്. സാധാരണ രീതിയിൽ സന്നിധാനം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ മാലിന്യമുക്തമാക്കേണ്ട ഒരു നടപടി സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായി എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ കോടതി അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ദേവസ്വം ബോർഡ് കണ്ടത്. സാധാരണഗതിയിൽ ഭക്തർ എത്തിത്തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇവിടെ നടന്നിട്ടില്ല. 27-നാണ് വൃത്തിയാക്കിയതെങ്കിൽ അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു ലാഘവത്വം, മൃദു സമീപനം ഉണ്ടായി എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവകരമാണ് വിഷയമെന്നും അതോടൊപ്പം തന്നെ സത്യവാങ്മൂലം വിശദമായിട്ട് തന്നെ സമർപ്പിക്കണമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിശോധിക്കുന്നുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എത്രത്തോളം ഭക്തർക്ക് ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നതടക്കം ഹൈക്കോടതി വിലയിരുത്തും. അത് മാത്രമല്ല, മാലിന്യം നിറഞ്ഞ അന്തരീക്ഷത്തിലാണോ ഇപ്പോഴും ഭക്തർ അവിടെ വിരിവെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എലി അടക്കമുള്ള ജീവികൾ അത് പാഞ്ഞു പോകുന്നിടത്ത് വിരിവെക്കേണ്ടി വന്നൊരു സാഹചര്യമായിരുന്നു വാർത്തയായിട്ട് പുറത്തു വന്നത്. എന്തായാലും അതീവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് വാർത്തയായിട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് ദേവസ്വം ബോർഡ് നടപടി പോലും സ്വീകരിച്ചത്. ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് പറയുന്ന ദേവസ്വം ബോർഡ് തന്നെ ഇത്തരത്തിൽ വീഴ്ചകൾ നടത്തുന്നത് അത് വലിയ രീതിയിലുള്ള അലംഭാവമാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ചെയ്യുക. ശരി രേഷ്മ.